ഓം ശാന്തി. 19/12/79 ബാബയുടെ വാണിയുടെ സാരം. सहज याद का साधन स्वयं को खुदाई ഖിദ്മത്ഗാർ സമച്ചോ. സഹജമായ ഓർമ്മയ്ക്കുള്ള മാർഗം സ്വയത്തെ ഈശ്വരീയ സേവാധാരി എന്ന് മനസ്സിലാക്കും. ബാബ പറയുന്നു, ബാപ് ദാദാ आज अपने सहयोगी व सहजयोगी बच्चों को जिनका नाम ही है खुदाई खिदमतगार, ऐसे बच्चों को देख सदा हर्षित होते हैं. ബാപ് ദാദ ഇന്ന് തന്റെ സഹയോഗി അതേപോലെ സഹജയോഗി കുട്ടികളെ, അവരുടെ പേര് ഇങ്ങനെ തന്നെയാണ്, ഈശ്വരി സേവാധാരി, ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ട് സദാ സന്തോഷിക്കുന്നു. खुदाई खिदमतगार अर्थात जो खुदा व बाप ने खिदमत अर्थात सेवा दी है, उसी सेवा में सदा तत्पर रहने वाले. ഈശ്വരീയ സേവാധാരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈശ്വരൻ, അതായത് ബാബ എന്ത് സേവയാണോ നൽകിയത് ആ സേവയിൽ സദാ തൽപരരായി ജീവിച്ചവർ. അങ്ങനെയുള്ള കുട്ടികളാണ് ഈശ്വരീയ സേവാധാരി. बच्चों को ये भी विशेष नशा होना चाहिए कि हम सभी को खुदा ने जो खिदमत दी है हम उसी सेवा में लगे हुए हैं. കുട്ടികൾക്ക് ഈ വിശേഷ ലഹരിയും ഉണ്ടായിരിക്കണം. നമ്മൾ എല്ലാവർക്കും ബാബ ഏതൊരു സേവയാണോ നൽകിയിട്ടുള്ളത് നമ്മൾ ആ സേവയിൽ മുഴുകിയിരിക്കുകയാണ് എന്ന വിശേഷ ലഹരിയും കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. कार्य करते हुए जिसने कार्य दिया है उसको कभी भूला नहीं जाता. കർമ്മം ചെയ്യുമ്പോഴും ആരാണോ ആ കർമ്മം ചെയ്യുവാൻ നിർദ്ദേശം നൽകിയത് ആ ബാബയെ ഒരിക്കലും മറക്കരുത്. चाहे स्थूल कर्तव्य भी करने हो लेकिन यह कर्मणा सेवा भी खुदाई खिदमत है. സ്ഥൂലമായ കർത്തവ്യം ചെയ്യുന്നു എന്നാൽ ഈ കർമ്മണ സേവയും എന്ന് പറയുന്നതും അതും ഈശ്വരീയ സേവ തന്നെയാണ്. डायरेक्टर बाबा डायरेक्शन दिए तो कर्मणा सेवा में भी यह स्मृति रहे कि बाबा के डायरेक्शन के अनुसार कर रहे हैं तो कभी भी बाबा को भूल नहीं सकेंगे. അപ്പൊ നേരിട്ട് ബാബ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് കർമ്മണ സേവ ചെയ്യുമ്പോഴും ഈ സ്മൃതി ഉണ്ടായിരിക്കണം. ബാബയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ബാബയെ മറക്കുകയില്ല. ജैसे कोई विशेष आत्मा से कोई विशेष कार्य मिलता है. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട വ്യക്തിയിൽ നിന്നും ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട കാര്യം നമുക്ക് ലഭിക്കുമ്പോൾ, ഉദാഹരണം जैसे आर्टिकल का प्रेसिडेंट अगर किसी को कहे कि तुम्हें यह कार्य करना है तो वह व्यक्ति उस कार्य को करते हुए പ്രസിഡന്റ് को कभी नहीं भूलेगा. ഉദാഹരണം പറയുകയാണ്, ഇന്നത്തെ കാലത്ത് പ്രസിഡന്റ് അഥവാ ആരോടെങ്കിലും ഒരാളോട് പറയുകയാണ് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും ആ കാര്യം ലഭിച്ച വ്യക്തി ആ കാര്യം ചെയ്തുകൊണ്ടും ഒരിക്കലും ആ പ്രസിഡന്റിനെ പക്ഷെ മറക്കുകയില്ല. സഹജ് അവർ സ്വതഹി ഉസ്കി യാദ് രഹേഗി. വളരെ സഹജമായും സ്വാഭാവികമായും തന്നെ പ്രസിഡന്റിന്റെ ഓർമ്മ ചാഹത്തെ ഹുയെ ഭി സാമനെ വഹി ആതാ രഹേഗ. ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് പ്രസിഡന്റിന്റെ മുഖം ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ഐസേ ആപ് സബ്കോ
इस कार्य ഊഞ്ചി സേ ഊഞ്ചി ബാബാനെ ദിയ. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും സേവ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് ഉയർന്നതിലും ഉയർന്ന ബാബയാണ്. कार्य करते हुए ഏനെ വാലേക്കോ ഭൂൽ കൈസേ സകേംഗെ. അപ്പോൾ ആ ഉയർന്ന ബാബ നൽകിയ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള സേവ ചെയ്യുമ്പോഴും ബാബയെ എങ്ങനെ മറക്കുവാൻ സാധിക്കും? സഹജ യാദ് കാ സാധൻ കെ സദാ സഹജമായ രീതിയിൽ ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് സദാ സ്വയത്തെ ഈശ്വരീയ സേവാധാരി എന്ന് മനസ്സിലാക്കുക. ഭക്തി മാർഗമേ बिना समझ के भी कहावत है और उनकी मान्यता भी है. अगर पत्ता भी हिल रहा है उस पत्ते को हिलाने वाला भी बाप है. ഭക്തി മാർഗത്തിലുള്ളവർ വിവേകം ഇല്ലെങ്കിൽ പോലും അവരിങ്ങനെ ഒരു ചൊല്ല് പറയാറുണ്ട്. അതായത് അവരിങ്ങനെ ഒരു കാര്യത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഇലകൾ ഇളകുന്നത് പോലും, അതായത് ഇലകളെ ഇളക്കുന്നത് പോലും ഭഗവാനാണ്. ഒരു ഇല പോലും ഈശ്വരൻ അറിയാതെ ഇളകുകയില്ല എന്ന് ഭക്തി മാർഗത്തിലെ ആളുകൾ വിശ്വസിക്കുന്നു. लेकिन इस रहस्य को आप जानते हो कि उन पत्तों को नहीं हिलाता, लेकिन ड्रामा अनुसार ये सब चल रहा है. പക്ഷെ ആ രഹസ്യത്തെ നിങ്ങൾ കുട്ടികൾക്ക് ഇങ്ങനെയാണ് അറിയുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഇലകളെ ഭഗവാനല്ല ഇളക്കുന്നത്, മറിച്ച് ഡ്രാമ അനുസരിച്ച് ഇലകളെല്ലാം പ്രവർത്തിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നു. അതൊന്നും ബാബ അല്ല ചെയ്യുന്നേ, പക്ഷെ ഡ്രാമ അനുസരിച്ച് അതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. യഹ് ഗായൻ കോയി സ്ഥൂൽ പത്തോം സേ നഹീ ലഗ്താ. വാസ്തവത്തിൽ ഈ കാര്യം, ഭക്തി മാർഗത്തിലുള്ള ഈ കാര്യം സാധാരണ മരത്തിന്റെ ഇലകളെ കുറിച്ചിട്ടല്ല പറയുന്നത്. ലേക്കിൻ കൽപ്പവൃക്ഷത്തെ ആപ് സബ് പഹലെ പത്തേ ഹോ. മറിച്ച് കൽപ്പവൃക്ഷത്തിലെ ആദ്യത്തെ ഇലകളാണ് നിങ്ങൾ ഓരോ കുട്ടികളും. സംഗമയുഗി ആപ് सब गोल्डन एज्ड पत्ते जो बाबा द्वारा लोहे से पारस बन गए हो, इन चैतन्य पत्ते को इस समय डायरेक्ट बाबा चला रहे हैं. ബാബ പറയണോ, സംഗമയുഗത്തിൽ ഇപ്പോൾ നിങ്ങൾ കുട്ടികളെല്ലാവരും സത്യയുഗത്തിലെ സ്വർണിമ ഇലകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാബ വന്നിട്ട് കലിയുഗത്തിലെ ഇരുമ്പ് പോലെയുള്ള ഇലകളായിട്ട് മാറിപ്പോയ നിങ്ങൾ കുട്ടികളെ പവിഴമാക്കി പാരസാക്കി ബാബ മാറ്റിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ചൈതന്യമുള്ള ഇലകളെ ഈ സമയത്ത് സംഗമയുഗത്തിൽ നേരിട്ട് ബാബ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇലകളെ കുറിച്ചിട്ടാണ് ഭക്തി മാർഗത്തിലുള്ളവർ സാധാരണ മരത്തിലെ ഇലകളാണെന്ന് പറയുന്നത്. बाबा की डायरेक्शन है कि संकल्प भी जो बाप का हो वह आपका संकल्प हो. അപ്പോൾ ബാബയുടെ നിർദ്ദേശം തന്നെ ഇതാണ്. ബാബയ്ക്ക് എന്ത് സങ്കല്പമാണോ ഉള്ളത് അത് തന്നെയായിരിക്കണം കുട്ടികളുടെ സങ്കല്പം. ഹർ സങ്കൽപ് ബാപ് സമാൻ. കുട്ടികളുടെ ഓരോ സങ്കല്പവും ബാപ് സമാൻ സങ്കല്പമായിരിക്കണം. ഹർ ബോൽ ബാപ് സമാൻ. ഓരോ വാക്കുകളും ബാപ് സമാനായിരിക്കണം. ഹർ കർമ്മ ബാപ് സമാൻ ഹോ. കുട്ടികളുടെ ഓരോ കർമ്മവും ബാബ ചെയ്യുന്നത് പോലെ ആയിരിക്കണം. അർത്ഥാത് ഇസി ശ്രീമത് കെ ആധാർ പർ ആപ് സഭി കാ സങ്കൽപ് ചലത്താ ഹി. അതായത് ഈ ശ്രീമത്തിന്റെ ആധാരത്തിൽ തന്നെയാണ് നിങ്ങൾ കുട്ടികളുടെ എല്ലാവരുടെയും സങ്കല്പം പോലും പ്രവർത്തിക്കുന്നത്. तो इस समय आप सभी पत्तों को श्रीमत के आधार पर हर समय बाप चला रही है. അതുകൊണ്ട് ഈ സമയം നിങ്ങൾ എല്ലാ ഇലകളെയും ശ്രീമത്തിന്റെ ഈശ്വരീയ നിർദ്ദേശങ്ങളുടെ ആധാരത്തിൽ ഓരോ നിമിഷവും ബാബ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്തേ പത്തേക്കോ ഹിലാ രഹാ ഹെ അർത്ഥാത് ചലാ രഹാ ഹെ. അതായത് ഓരോ ഇലകളെയും ഈശ്വരനാണ് പ്രവർത്തിപ്പിക്കുന്നത്, ഇളക്കുന്നത്. അഗർ
श्रीमत के सिवाय संकल्प भी करते हो तो वह व्यर्थ संकल्प हो जाता है. അപ്പോൾ ശ്രീമത്തിന് വിരുദ്ധമായ സങ്കല്പമെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അത് വ്യർത്ഥ സങ്കല്പമാകുന്നു. तो यह जो कहावत है वह भक्ति के समय की नहीं लेकिन संगम समय का गायन है. അതുകൊണ്ട് ഭക്തി മാർഗത്തിൽ പറയുന്ന ഈ ഇലകളെ പോലും ഇളക്കുന്നത് ഭഗവാനാണ്, ഇലകൾ പോലും ഇളകുന്നത് ഈശ്വരനെ അറിഞ്ഞിട്ടാണ് എന്നുള്ള രീതിയിലുള്ള ഈ ഭക്തി മാർഗത്തിലെ ഈ ചൊല്ല് വാസ്തവത്തിൽ സംഗമ സമയത്തെ കാര്യമാണ്, ആ സംഗമ സമയത്തെ മഹിമയാണ്. तो आप सभी पत्ते बाकी श्रीमत पर ही हिल रही है. ബാബ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഇലകളും ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് തന്നെയാണ് ഇളകിക്കൊണ്ടിരിക്കുന്നത്. അർത്ഥാത് ചൽ രഹി ഹോന, അതായത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഐസേ ഹി ചൽ രഹി ഹോന, ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചലാനെ കാ കാം ഭി ബാബ് കാം, നിങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ജോലി തന്നെ ബാബയുടെ ജോലിയാണ്. ഫിർ ഭി ഇത്തന മുഷ്കിൽ ക്യോ ലഗുത്ത, ബാബ ചോദിക്കുന്നു, എന്നിട്ടും നിങ്ങൾക്കിതൊക്കെ ഇത്ര പ്രയാസകരമായി തോന്നുന്നത് എന്തുകൊണ്ടാണ്. ബോജ് സാരാ ബാബാനെ ലേ ലിയ ഫിർ ഭി സദാ ഉത്തേ ക്യോ നഹി ഹോ, നിങ്ങളുടെ മുഴുവൻ ഭാരവും ബാബ എടുത്തു കഴിഞ്ഞു, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് എല്ലായ്പ്പോഴും പറക്കുന്നില്ല. ഹൽക്കി ചീസ് തോ സദാ ഊപ്പർ ഉത്തി ഹി, ഭാരമില്ലാത്ത വസ്തുവാണെങ്കിൽ സദാ പറന്നു നടക്കും. ഇത്തനെ ഹൽക്കി जो हर संकल्प भी बाप चलाएंगे तो चलाना है. അപ്പൊ ബാബ പറയാണ്, കുട്ടികൾക്ക് ഇപ്പൊ ഭാരരഹിതമായ അവസ്ഥയാണ്, അതായത് ഓരോ സങ്കല്പവും നിയന്ത്രിക്കുന്നത് ബാബയാണ്. അപ്പൊ ബാബ പറയുന്നു, അങ്ങനെ തന്നെ പ്രവർത്തിക്കണം. ജൈസെ ചലായെങ്കിൽ വൈസെ ചലേങ്കി, യഹ സഭി കാ വായദാ ഹെ और बाप की ഗ്യാരണ്ടി है कि चलाएंगे. അപ്പൊ ബാബ എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നുവോ അങ്ങനെ തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ കുട്ടികൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പോ ബാബയുടെ ജോലി, ബാബ ഗ്യാരണ്ടി നൽകുകയാണ്, ഞാൻ നിങ്ങളെ പ്രവർത്തിപ്പിക്കും, ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും, ബാബയുടെ ഗ്യാരണ്ടിയാണ്. तो बुद्धि को क्या ഓർഡർ दिया हुआ है, നിങ്ങൾ കുട്ടികൾ നിങ്ങളുടെ ബുദ്ധിക്ക് എന്ത് നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ബുദ്ധി കോ ബാബാനെ ക്യാ കാര്യ ദിയാ ഹെ ഉസ്കോ ജാൻതേ ഹോ നാ, അപ്പൊ കുട്ടികളുടെ ബുദ്ധിക്ക് ബാബ ഏതൊരു കാര്യമാണ് പ്രവർത്തിക്കുവാൻ നൽകിയിട്ടുള്ളത് അതിനെ കുറിച്ച് അറിയുകയില്ലേ. ബുദ്ധിക്ക് ബൈഠ്നെ കാ സ്ഥാൻ ബാബാക്കെ പാസ് മേ ഹെ, അപ്പൊ കുട്ടികളുടെ ബുദ്ധിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം, സ്ഥാനം ബാബയുടെ സമീപത്താണ്. കർത്തവ്യ വിശ്വസേവാക്കാഹി, കുട്ടികളുടെ ബുദ്ധിക്ക് ചെയ്യുവാനുള്ള കർത്തവ്യം വിശ്വസേവ എന്ന കർത്തവ്യമാണ്. तो जो वायदा किया है जहाँ बिठाएंगे जैसे चलाएंगे वैसे चलेंगे. അപ്പൊ കുട്ടികളുടെ പ്രതിജ്ഞ, എവിടെ ഞങ്ങളെ ഇരുത്തുന്നുവോ അവിടെ ഇരിക്കും, എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നുവോ അങ്ങനെ പ്രവർത്തിക്കും. അത് കുട്ടികളുടെ പ്രതിജ്ഞയാണ്. ശരീരത്തെ യാ ബുദ്ധിസെ, ബാബ ചോദിക്കുക, ശരീരം കൊണ്ടാണോ അതോ ബുദ്ധി കൊണ്ടാണോ. തൻകെ സാത്ത് മൻ ഭി ദിയാ ഹെ യാ സിർഫ് തൻ ദിയാ ഹെ, ബാബ ചോദിക്കുന്നു, ശരീരത്തോടൊപ്പം കുട്ടികൾ കുട്ടികളുടെ മനസ്സും നൽകിയിട്ടുണ്ടോ അതോ ശരീരം മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ. തൻ और बुद्धि से जहाँ बिठाए जैसे चलाए जो कराए जो खिलाए वही करेंगे यह वायदा किया हुआ है ना. അപ്പൊ ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും എവിടെ ഇരുത്തുന്നുവോ അവിടെ ഇരിക്കും, എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നുവോ അങ്ങനെ പ്രവർത്തിക്കും, എന്ത് ചെയ്യിക്കുന്നുവോ അത് ചെയ്യും, എന്ത് കഴിപ്പിക്കുന്നുവോ അത് കഴിക്കും. ബാബ പറയുന്നു, ഇങ്ങനെയുള്ള പ്രതിജ്ഞ നിങ്ങൾ ചെയ്തിട്ടില്ലേ. ബുദ്ധി കാ ഭോജൻ ഹേ ശുദ്ധ സങ്കല്പം, അതുകൊണ്ട് ബുദ്ധിയുടെ ഭോജനം എന്ന് പറയുന്നത് ശുദ്ധ സങ്കല്പമാണ്. ജോ ഖിലായെ വഹി ഖായെങ്കി യഹ് വായദാ ഹേ,
तो फिर व्यर्थ संकल्प का भोजन क्यों करते हो? അപ്പൊ ബുദ്ധിയുടെ ഭോജനം ശുദ്ധസങ്കല്പമാണ്. നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ബാബയുടെ മുന്നിൽ, അങ്ങ് എന്ത് കഴിപ്പിക്കുന്നുവോ അതേ കഴിക്കുള്ളൂ. അപ്പൊ ബാബ ചോദിക്കുന്നു, പിന്നെ ഈ വ്യർത്ഥ സങ്കല്പമാകുന്ന ഭോജനം നിങ്ങൾ എന്തിനാണ് സ്വീകരിക്കുന്നത്? ഈ മുഖദ്വാര തമോഗുണി ഭോജൻ अशुद्ध भोजन नहीं खा सकते, ऐसे ही बुद्धि द्वारा व्यर्थ संकल्प व विकल्प का अशुद्ध भोजन कैसे खा सकते हो? അപ്പോൾ നാവ് കൊണ്ട് നിങ്ങൾക്ക് തമോഗുണി ഭക്ഷണം, അശുദ്ധ ഭോജനം കഴിക്കാൻ സാധിക്കില്ല. ഇതേപോലെ തന്നെ ബുദ്ധി കൊണ്ട് വ്യർത്ഥ സങ്കല്പങ്ങൾ, വികല്പങ്ങൾ ആകുന്ന അശുദ്ധ ഭോജനം എങ്ങനെ കഴിക്കാൻ സാധിക്കുന്നു? जो खिलाएंगे वह खाएंगे, फिर तो ഇത് റോങ് ഹോ ജാത്താ ഹൈ. അപ്പൊ ബാബ എന്ത് കഴിപ്പിക്കുന്നുവോ അതേ കഴിക്കുള്ളൂ എന്ന് കുട്ടികളുടെ പ്രതിജ്ഞയാണ്. പക്ഷെ അതിന് വിപരീതം ഈ വ്യർത്ഥ സങ്കല്പങ്ങളും വികല്പങ്ങളുമാകുന്ന ഭോജനം കഴിക്കുമ്പോ നിങ്ങൾ കുട്ടികളുടെ പ്രതിജ്ഞ തെറ്റിപ്പോവുകയാണ്. കഥന അവർ കർണ സമാൻ കർണേ വാലേ ഹോന, പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെ ആക്കുന്നവരല്ലേ നിങ്ങൾ? तो मन बुद्धि के लिए सब ये भी वायदा याद रखो, तो सहज योगी बन जाएंगे. അതുകൊണ്ട് മനസ്സിനെ കുറിച്ചും ബുദ്ധിയെ കുറിച്ചും ബാബ നൽകിയിരിക്കുന്ന ഈ പ്രതിജ്ഞയുണ്ടല്ലോ, കുട്ടികൾ ചെയ്തിരിക്കുന്ന ഈ പ്രതിജ്ഞയുണ്ടല്ലോ, മനസ്സും ബുദ്ധിയെ കുറിച്ചും ആ പ്രതിജ്ഞ നിങ്ങൾ ഓർമ്മിക്കൂ. അതായത് ബാബ എന്ത് കഴിപ്പിക്കുന്നുവോ അതേ കഴിക്കൂ, ബാബ എവിടെ ഇരുത്തുന്നുവോ അവിടെ ഇരിക്കുള്ളൂ. അപ്പൊ ആ പ്രതിജ്ഞ കുട്ടികൾ ഓർമ്മിക്കുകയാണെങ്കിൽ സഹജയോഗിയായി മാറും. ബാബാനെ കഹാ और किया, ബാബ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനത് ചെയ്തു. അപ്നാ ബോझ് അപ്നെ ഊപ്പർ ന രഖോ, നിങ്ങളുടെ ഏത് തരത്തിലുള്ള ഭാരവും നിങ്ങൾ നിങ്ങളുടെ മേൽ വെക്കരുത്. കൈസേ കരൂ കൈസേ ചലൂ, इस बोझ से हल्के होकर के ऊंची स्थिति पर जा नहीं सकते हो. तो ബാബ പറയുന്നതാണ്, എങ്ങനെ ചെയ്യും, എങ്ങനെ നടക്കും, എങ്ങനെ പ്രവർത്തിക്കും, ഈ ഭാരം നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കരുത്. ഈ ഭാരത്തിൽ നിന്നും നിങ്ങൾ ഭാരരഹിതരാകുക. ഈ ഭാരങ്ങളെല്ലാം ബാബയെ ഏൽപ്പിച്ച് ഭാരരഹിതരാകുക. അപ്പൊ ഈ ഭാരവും കൊണ്ട് പോവുകയാണെങ്കിൽ ഉയർന്ന സ്ഥിതിയിലേക്ക് കുട്ടികൾക്ക് പോകാൻ സാധിക്കില്ല. इसलिए श्रीमत से संकल्प तक भी चलते चलो तो मेहनत से बच जाएंगे. അതുകൊണ്ട് ഈ ശ്രീമത്ത് എന്ന് പറയുന്നത് സങ്കല്പത്തെ കുറിച്ച് പോലും എന്ത് ശ്രീമത്താണോ നൽകിയിട്ടുള്ളത് ആ ശ്രീമത്ത് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകൂ. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ പരിശ്രമങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷിതരായിട്ടിരിക്കാൻ സാധിക്കും, മോചനം നേടാൻ സാധിക്കും. കൈ ബച്ചോं की मेहनत के भिन्न भिन्न पोस बाप दादा देखते रहते हैं. ചില കുട്ടികളുടെ പരിശ്രമങ്ങൾ, കഷ്ടപ്പാടുകൾ, കഷ്ടപ്പാടുകളുടെ പല പോസുകൾ ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാരേ ദിൻ മേ അനേക ബച്ചോं के अनेक पोस देखते हैं. മുഴുവൻ ദിവസവും അനേക കുട്ടികളുടെ അനേക തരത്തിലുള്ള പോസുകൾ ബാബ കാണുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്യാമറ, ബാബയുടെ പക്കൽ ഒരു ഓട്ടോമാറ്റിക് ക്യാമറ ഉണ്ട്. സയൻസ് വാലോനെ സബ് വദൻ സെ ഹി തോ കോപ്പി കി ഹി. സൂക്ഷ്മലോകത്തിൽ ബാബയുടെ പക്കൽ ഒരു ഓട്ടോമാറ്റിക് ക്യാമറയുണ്ട്. ഈ സയൻസുകാർ, ശാസ്ത്രജ്ഞന്മാർ ഈ സൂക്ഷ്മലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും ഇതേപോലെ കോപ്പി അടിച്ചിട്ടുണ്ട്. കഭി വദൻ മേ ആകർ ദേഖ്ന ക്യാ ക്യാ ചീസേ വഹാം ഹി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സൂക്ഷ്മ ലോകത്തിൽ വന്നൊന്ന് നോക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഉള്ളതെന്ന്. ജോ ചാഹേ വഹ് ഹാസർ മിലേഗി. എന്ത് നിങ്ങൾ സങ്കല്പിക്കുന്നുവോ, എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളുടെ മുന്നിൽ ഹാജരാകും. ആപ് സബ് കഹേംഗെ കി മംഗാവോ. അപ്പോ നിങ്ങൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ, എല്ലാം കിട്ടുന്നില്ല. പക്ഷെ അവിടെ ചെന്നാൽ എന്ത് സങ്കല്പിക്കുന്നോ അത് കിട്ടും. അപ്പോ നിങ്ങൾ എല്ലാവരും പറയും അത് വേണം അത് വേണമെന്ന് പറയും. ബാബ പൂछते हैं वदन को देखना चाहते हो या रहना चाहते हो.
ബാബ ചോദിക്കുന്നു, നിങ്ങൾ സൂക്ഷ്മലോകം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ സൂക്ഷ്മലോകം വസിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ കുട്ടികൾ അവിടുത്തെ മറുപടി പറഞ്ഞു, ട്രയൽ കരയെങ്കിൽ ഞങ്ങൾ പരിശ്രമിക്കാം എന്ന് മറുപടി പറഞ്ഞു. ശക്തി ട്രയൽ കരയെങ്കിൽ ബാബ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ സംശയമുണ്ടോ? പരിശ്രമിക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സംശയമുണ്ടോ? आप सबको बुलाने के लिए ही ब्रह्मा बाप रुके हुए हैं. നിങ്ങൾ കുട്ടികളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകുന്നതിനാണ് ബ്രഹ്മ ബാബ സൂക്ഷ്മലോകത്തിൽ നിന്നു പോകുന്നത്, അവിടെ ഇരിക്കുന്നത്. സമ്പന്ന ബൻചാത്തേക്കു, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സമ്പന്നമായിട്ട് മാറാത്തത്? ബഹുത്ത് സഹജി സമ്പന്ന ബൻ സക്തി, വളരെ സഹജമായിട്ട് തന്നെ കുട്ടികൾക്ക് സമ്പന്നമായി മാറാൻ സാധിക്കും. ലേക്കിൻ ദ്വാപർ സേ മിക്സ് കർണേ കെ സംസ്കാർ ബഹുത്ത് രഹേ ഹെ. പക്ഷേ കുട്ടികൾക്കൊരു കുഴപ്പമുണ്ട്. ദ്വാപരയുഗം മുതൽ മായം കലർത്തുന്ന സംസ്കാരം വളരെയധികം കുട്ടികൾക്കുണ്ട്. ബാക്കി അവശേഷിച്ചിട്ടുണ്ട്. പഹലേ പൂജാമേ മിക്സ് കിയ, നിങ്ങൾ ആദ്യം ചെയ്തത് എന്താണ്? നിങ്ങൾ ചെയ്യുന്ന പൂജകളിൽ മായം കലർത്തി. ദേവതാവോങ്കോ ബന്ധക്ക മുഖ് ലഗാതിയ, ദേവതകൾക്ക് വാനരന്മാരുടെ മുഖം കൊടുത്തു. ശാസ്ത്രോമേ മിക്സ് കിയ, ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ മായം കലർത്തി. ജോ ബാപ്കി ജീവൻ കഹാനി മേ ബച്ചേക്ക് ജീവൻ കഹാനി മിക്സ് കി, യഥാർത്ഥത്തിൽ ബാബയുടെ ജീവിത കഥയായിരുന്നു. കുട്ടികളോട് ബാബ പറയാണ്, സംഗമയുഗത്തിൽ ബാബ എന്തെല്ലാം കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സത്യയുഗത്തിലും ത്രൈതായുഗത്തിലും അതിനനുസൃതമായി നടന്നു. സംഗമയുഗത്തിനനുസൃതമായി ത്രൈതായുഗങ്ങളിൽ നടന്നു. പക്ഷെ ദ്വാപരയുഗം മുതൽ കുട്ടികൾ ഈ കാര്യങ്ങളിലെല്ലാം വാസ്തവികമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിലെല്ലാം കുട്ടികൾ മായം കലർത്താൻ തുടങ്ങി. അപ്പൊ സത്യത്രേതായുഗങ്ങളിൽ ദേവതകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ദ്വാപരയുഗം മുതൽ ദേവതകൾക്ക് വാനരന്മാരുടെ മുഖം നൽകി. പിന്നീടോ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ മായം കലർത്തി. യഥാർത്ഥത്തിൽ ബാബയുടെ കഥയാണ് പറഞ്ഞു തന്നത് ബാബ. പക്ഷെ ബാബ കുട്ടികൾ എന്ത് ചെയ്തു? അത് കുട്ടികളുടെ ജീവിത കഥയാക്കി മാറ്റി. ഐസേ ഹി ഗൃഹസ്ഥീനി പവിത്ര പ്രവൃത്തിക്ക് ബജായി അപവിത്രത മിക്സ് കർദി. സത്യത്രേതായുഗങ്ങളിൽ പവിത്രമായ പ്രവൃത്തി മാർഗമായിരുന്നു, ഗൃഹസ്ഥാശ്രമമായിരുന്നു. പക്ഷെ ദ്വാപരയുഗം മുതൽ കുട്ടികൾ ആ പവിത്രമായിട്ടുള്ള പ്രവൃത്തി മാർഗത്തിൽ അപവിത്രതയുടെ മായം കലർത്തി. അഭീഭി ശ്രീമത് മേ മന്മത് മിക്സ് കർ ദേത്തി ഹോ, ഇപ്പോഴും കുട്ടികൾ മായം കലർത്തുകയാണ്. സംഗമയുഗത്തിൽ ബാബ എന്ത് ശ്രീമത്താണോ കുട്ടികൾക്ക് നൽകുന്നത്, കുട്ടികൾ അതിൽ മന്മത്ത് മിക്സ് ചെയ്യുന്നു, കലർത്തുന്നു. इसलिए मिक्स होने के कारण जैसे रियल सोना हल्का होता है और जब उसमें मिक्स करते हैं तो भारी हो जाता है, ऐसे ही श्रीमत अर्थात ശ്രേഷ്ഠ മത് ബനാത്തി. അപ്പൊ ബാബ പറയുകയാണ്, അതുകൊണ്ട് മായം കലർത്തുന്നത് കാരണം, അപ്പോ വാസ്തവത്തിൽ യഥാർത്ഥ സ്വർണം ശുദ്ധമാണ്. വളരെ ശുദ്ധമായ സ്വർണം എന്ന് പറഞ്ഞാൽ വളരെ ഭാരമില്ലാത്തതാണ്, ഭാരരഹിതമാണ്. പക്ഷെ അതിൽ ഏതെങ്കിലും മറ്റു ലോഹങ്ങളെ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് ഭാരമുണ്ടാകുന്നു. ഇതേപോലെ തന്നെ യഥാർത്ഥ ശ്രീമത്ത് എന്ന് പറഞ്ഞാൽ ഭാരമില്ലാത്തതാണ്. ശ്രീമത്തിനെ പാലിക്കുന്നതും സഹജമായ കാര്യമാണ്. പക്ഷെ കുട്ടികൾ ചെയ്യുന്നത് എന്താണ്? ആ ശ്രീമത്തിൽ മന്മത്ത് മിക്സ് ചെയ്യുന്നു. മന്മത്ത് മിക്സ് ചെയ്യുമ്പോൾ അത് ഭാരമുള്ളതായിട്ട് മാറുന്നു. കുട്ടികൾക്കത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, പ്രയാസമുണ്ടാകുന്നു. മന്മത്ത് മിക്സ് ഹോനെ സേ ഭാരി ഹോ ജാത്തെ ഹി, മന്മത്ത് മിക്സ് ചെയ്യുന്നത് കൊണ്ട് ശ്രീമത് ഭാരമുള്ളതാകുന്നു. ഇസ്ലിയെ ചലനെ മേ മേഹ്നത് ലഗ്തി ഹി, അതുകൊണ്ട് എന്താണ്? അത് ആചരിക്കുന്ന കാര്യത്തിൽ, പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ പരിശ്രമം തോന്നുന്നു. അത് ശ്രീമത് മേ മിക്സ് നഹി കരോ, सदा हल्के रहने से वदन की सभी सीन सीनरियां यहाँ रहते हुए भी देख सकेंगे.
ബാബ പറയുന്നത് അതുകൊണ്ട് ശ്രീമത്തിൽ ഒരിക്കലും നിങ്ങൾ മന്മത്ത് മിക്സ് ചെയ്യരുത്. സദാ ഭാരമില്ലാതെ ജീവിക്കുമ്പോൾ, ലാഘവത്തോടുകൂടി ഇവിടെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ സൂക്ഷ്മ ലോകത്തിലെ എല്ലാ ദൃശ്യങ്ങളും ഇവിടെ വസിച്ചുകൊണ്ടും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ऐसे अनुभव करेंगे जैसे इस दुनिया की कोई भी सीन स्पष्ट दिखाई देती है. ബാബ പറയാണ്, ഈ ലോകത്തിലെ ഏതെങ്കിലുമൊക്കെ ദൃശ്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് കാണപ്പെടുന്നത് പോലെ സൂക്ഷ്മ ലോകത്തിലെ ദൃശ്യങ്ങളും വളരെ സ്പഷ്ടമായിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ട് അനുഭവിക്കുവാൻ സാധിക്കും. സിർഫ് സങ്കല്പ ശക്തി അർത്ഥാത് मन और बुद्धि सदा मनमत से खाली रहो. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങളുടെ സങ്കല്പ ശക്തി, അതായത് മനോബുദ്ധികളെ മന്മത്തിൽ നിന്നും മുക്തമാക്കി വെക്കും. മനോബുദ്ധികളിൽ നിങ്ങൾ മന്മത്ത് മിക്സ് ചെയ്യരുത്. മൻകോ ചലാനേക്ക് ആദത് ബഹുത്ത് ഹേന. മനസ്സിനെ ഒരുപാട് അലയിച്ച് നിങ്ങൾക്ക് ശീലമാണല്ലോ. ഏകാഗ്ര കർത്തേ ഹോ ഫിർ ചൽ പട്താ ഹെ. അപ്പോ നിങ്ങൾ ഏകാഗ്രമാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് മനസ്സിനെ, പക്ഷെ വീണ്ടും മനസ്സോടുകയാണ്. ഫിർ മേഹനത് കർത്തേ ഹോ. പിന്നീട് നിങ്ങൾ മനസ്സിനെ പിടിച്ചുകൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു. ചലാനെ സെ ബജ്നെ കാ സാധൻ ഹി. ജൈസെ आजकल अगर कोई कंट्रोल में नहीं आता, बहुत तंग करता है, बहुत उछलता है या पागल हो जाता है, तो उनको ऐसा इंजेक्शन लगा देते हैं जो वह शांत हो जाता है. അപ്പൊ ബാബ പറയാണ്, ഇപ്പം മനസ്സ് നിയന്ത്രണമില്ലാത്ത കുതിരയെ പോലെ ഓടിക്കൊണ്ടിരിക്കുന്നു, പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോ മനസ്സിനെ ആ ഒരു ഓട്ടത്തിൽ നിന്നും രക്ഷിക്കുവാൻ, മോചിപ്പിക്കുവാൻ മാർഗമുണ്ട്. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും കൺട്രോളിൽ നിൽക്കുന്നില്ല എങ്കിൽ, വളരെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ കുതറുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മനോവിഭ്രാന്തി കാണിക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഇഞ്ചക്ഷൻ നൽകും. ആ ഇഞ്ചക്ഷൻ നൽകുന്നതിൽ കൂടി അവർ വളരെ ശാന്തമാകും. അപ്പോ അതേപോലെ तो ऐसे अगर संकल्प शक्ति आपके कंट्रोल में नहीं आती है तो അശരീരി ഭവാക്ക ഇഞ്ചക്ഷൻ ലഗാതും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ്, അതായത് നിങ്ങളുടെ സങ്കല്പ ശക്തി നിങ്ങളുടെ നിയന്ത്രണത്തിൽ വരുന്നില്ല എങ്കിൽ അപ്പൊ അതിന് ഒരു ഇഞ്ചക്ഷൻ നൽകുക. അശരീരി ഭവ എന്ന ഇഞ്ചക്ഷൻ നൽകും. ബാബാക്കെ പാസ് ബൈഠ് ജാവോ, എന്നിട്ട് ബാബയുടെ സമീപത്തിരിക്കും. तो संकल्प शक्ति व्यर्थ नहीं उछलेंगे. അങ്ങനെ ചെയ്താൽ ശരീരി ഭവ എന്ന അശരീരി ഭവ എന്ന ആ ഇഞ്ചക്ഷൻ നൽകി ബാബയുടെ സമീപത്ത് ഇരുന്നാൽ സങ്കല്പ ശക്തി ഒരിക്കലും വ്യർത്ഥ കാര്യങ്ങളിലേക്ക് കുതിരയോടുകയില്ല. വൈജ്ഞാഭി നഹി ആത്താ ഹെ ക്യാ. ബാബ ചോദിക്കുന്നു, ഇരിക്കാനും നിങ്ങൾക്കറിയില്ലേ? സിർഫ് ബൈഠ്നെ കാ ഹി കാം ദിയാ ഹെ ഔർ കുച്ച് നഹി. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വലിയ ജോലി ഒന്നും അല്ല തരുന്നത്, ഒരിടത്ത് ഇരിക്കാനുള്ള ജോലിയാ തരുന്നത്. അഭി തോ സമജ് രഹേ ഹെ കി ബഹുത് സഹജ് ഹെ. ഇപ്പോ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് വളരെ സഹജമായിട്ടുള്ള കാര്യമാണെന്ന്. ബുദ്ധി കാ ലഗാം ദേക്കർ കെ ഫിർ ലേ ലേത്തി ഹോ, ഇസ്ലിയെ മൻ വ്യർത്ഥ കി മേഹനത് മേ ഡാൽ ദേത്താ ഹെ. അപ്പോ ബുദ്ധിയുടെ കടിഞ്ഞാൻ ബാബയെ ഏൽപ്പിക്കുക. പക്ഷെ കുട്ടികൾ ബാബയ്ക്ക് കൊടുത്തിട്ട് വീണ്ടും സ്വന്തം കയ്യിലേക്ക് തിരിച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് മനസ്സ് വ്യർത്ഥത്തിന്റെ ഭാഗത്തേക്ക് ഓടിപ്പോകുന്നത്. വ്യർത്ഥ മേഖലത്തെ ഛൂട്ട് ജാവൂ. ബാബ പറയുന്നു, ഈ വ്യർത്ഥത്തിന്റെ പിന്നാലെ പോകുന്ന ഈ കഷ്ടപ്പാടിൽ നിന്ന് നിങ്ങൾ മോചനം നേടും. ബാപ്പു ബച്ചോങ്കി മേഖലത് ദേഖ് തരസ് തോ പടേഗാന. ബാബയ്ക്ക് കുട്ടികളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ദേ തോന്നുമല്ലോ. ബാബ कहते हैं हर बच्चा बाबा के साथ तख्त पर आराम से बैठ जाओ. ബാബ പറയുന്നത് ഇതാണ്, എന്റെ ഓരോ കുട്ടിയും ബാബയോടൊപ്പം സിംഹാസനത്തിൽ വളരെ സുഖമായിട്ട് വിശ്രാന്തിയോടെ ഇരിക്കണം. അതാണ് ബാബയുടെ ആഗ്രഹം.
तत्नशील होकर अपनी स्थूल शक्तियों और सूक्ष्म को अर्थात कर्मेंद्रियों को और मन बुद्धि संस्कार इन सूक्ष्म शक्तियों को भी ഓർഡർ से ചലാവൂ. അത് സിംഹാസനധാരിയായി ബാബയോടൊപ്പം സിംഹാസനധാരിയായി തന്റെ സ്ഥൂല ശക്തികളെയും സൂക്ഷ്മ ശക്തികളെയും, അതായത് സൂക്ഷ്മ ശക്തികൾ എന്ന് പറയുമ്പോൾ മനസ്സ് ബുദ്ധി സംസ്കാരം, സ്ഥൂലമായ ശരീരത്തിന്റെ കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സ് ബുദ്ധി സംസ്കാരം എന്നീ സൂക്ഷ്മ ശക്തികളെയും ഓർഡർ അനുസരിച്ച് കുട്ടികളുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിപ്പിക്കും. കുട്ടികളുടെ നിർദ്ദേശാനുസരണം എന്ന് പറഞ്ഞാൽ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് പ്രവർത്തിപ്പിക്കും. തത്നശീൽ ഹോങ്കെ തോ ഓർഡർ ചലാ സകേങ്കെ, സിംഹാസനധാരിയായി കഴിഞ്ഞാൽ നിങ്ങൾ ആജ്ഞാപിക്കുന്ന ആജ്ഞ അനുസരിച്ച് അവർ പ്രവർത്തിച്ചുകൊള്ളും. തത്വ സേ നീച്ചെ ഉദർ ഓർഡർ കർത്തേ ഹോ, ഇസ്ലിയേ കർമ്മേന്ദ്രിയൻ ഭി മാൻതി നഹി. നിങ്ങൾ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറങ്ങിയിട്ടാണ് ആജ്ഞാപിക്കുന്നത്. അതുകൊണ്ടാണ് കർമ്മേന്ദ്രിയങ്ങളും സൂക്ഷ്മേന്ദ്രിയങ്ങളും അംഗീകരിക്കാത്തത്. ആജിക്കൽ കാണ്ടോങ്കി കുർസിക്ക് ഭി ഹൽച്ചൽ കർ രഹേ ഹെ. ഇന്നത്തെ കാലത്ത് മുള്ളുകൾ നിറഞ്ഞ സിംഹാസനത്തിന് വേണ്ടി പോലും എത്രയോ കോലാഹലങ്ങളാണ് മനുഷ്യർ കാണിക്കുന്നത്. ആപ്കോ തോ തക്നശീൻ കി ഓഫർ ഹെ. പക്ഷെ നിങ്ങൾക്കാണെങ്കിലോ ഒരു മുൾക്കസേര അല്ല കിട്ടുന്നത്, ബാബയുടെ ഹൃദയമാകുന്ന സിംഹാസനമാണ് കുട്ടികൾക്ക് ബാബ വാഗ്ദാനം നൽകുന്നത്. ഫിർ ഭി നീച്ചെ ക്യോ ആ ജാത്തെ ഹോ. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് താഴേക്ക് ഇറങ്ങി പോകുന്നത്? നീച്ചെ ആന അർത്ഥാത് സർവൻ ബന്ന. താഴേക്ക് ഇറങ്ങുക, സിംഹാസനത്തിൽ നിന്നും താഴെ ഇറങ്ങുക, സീറ്റിൽ നിന്നും താഴെ ഇറങ്ങുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സേവകനാകുക, സെർവന്റ് ആകുക, ഭൃത്യനാകുക. കിസ്ക സെർവന്റ്, ആരുടെ സെർവന്റ് ആകുന്നേ, ആരുടെ വേലക്കാരനാകുന്നേ? അപ്നേ ഹി അനേക കർമ്മേന്ദ്രിയോं के സർവൻ के भी സർവൻ ഹോ ജാത്തെ ഹെ. അതായത് ബാബ പറയുകയാണ്, സിംഹാസനത്തിൽ ഇരിക്കുന്നില്ല എങ്കിൽ, ബാബ നല്ല ശ്രേഷ്ഠമായ സിംഹാസനം തന്നിട്ടുണ്ട്, അതിൽ ഇരിക്കുന്നില്ല എങ്കിൽ, അതിൽ നിന്ന് താഴെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ വേലക്കാരനാകും, സേവകനാകും. ആരുടെ സേവകനാകുന്നത്? സ്വന്തം കർമ്മേന്ദ്രിയങ്ങളുടെ സേവകനാകും. യഥാർത്ഥത്തിൽ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ നമ്മുടെ സേവാധാരികളാണ്, സേവകരാണ്. ബാബ പറയുന്നു, സേവകരുടെയും സേവകരായിട്ട് നിങ്ങൾ മാറുകയാണ്. ഇസ്ലിയേ മേഹനത് കർത്തേ ഹോ. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പരിശ്രമിക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഇന്ദ്രിയങ്ങളുടെ അടിമയായിട്ട് മാറുകയാണ്. ഈശ്വരീയ സർവൻ ബനു, ഈശ്വരീയ സേവാധാരി ബനു. അതുകൊണ്ട് കുട്ടികൾ ഈശ്വരീയ സർവന്റ് ആകുക, ഈശ്വരീയ സേവാധാരിയായി മാറുക. സർവൻ കെ ഭി സർവൻ നഹി ബനു. സേവകരുടെയും സേവകരായി മാറരുത്. ഈശ്വരീയ സേവ തഖ്ത് പർ ബൈഠേ ഹുയെ ഭി കർ സക്തേ ഹോ. ഈശ്വരീയ സേവ തഖ്ത് പർ ബൈഠേ ഹുയെ ഭി കർ സക്തേ ഹോ. ബാബ പറയുന്നു, സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടും ഈശ്വരീയ സേവ ചെയ്യുവാൻ സാധിക്കും. നീച്ചെ ആനയ്ക്ക് സരൂരത് നഹി. താഴേക്ക് വരേണ്ട ആവശ്യമില്ല. ബാബ അപ്നെ സാത്ത് ബിഠാന ചാഹത്തെ ഹെ, ലേക്കിൻ കർത്തെ ക്യാ ഹോ. ബാബ തന്റെ സമീപത്ത് കുട്ടികളെ ഇരുത്താനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ കുട്ടികൾ എന്താ ചെയ്യുന്നത്? സംഗമയുഗി സാഹബ് और बीबी बनने के बजाय गुलाब बन जाते हो. ബാബ പറയുന്നു, സംഗമയുഗത്തിൽ യജമാനനും പത്നിയും, അതായത് പതിയും പത്നിയും, പരമാത്മാവും ആത്മാക്കളും പതി പത്നി ആകുന്നതിന് പകരം അടിമയായി പോകുന്നു കുട്ടികൾ. तो सच्चे साहिब की सच्ची बीवियां बनो. അതുകൊണ്ട് സത്യമായ യജമാനന്റെ, സത്യമായ പതിയുടെ സത്യമായ പത്നിമാരായി മാറൂ. ഗുലാം നഹി ബനോ. അടിമയായി മാറാതിരിക്കൂ. जो सदा सबकी नजर से बिजी हुई पर्दा पोश में रहती उन पर किसी की नजर नहीं पड़ती. तो ബാബ പറയണേ, ബാബ കുട്ടികളെ എല്ലാവരുടെയും കണ്ണിൽ നിന്നും രക്ഷപ്പെടുത്തി പർദ്ദയ്ക്കുള്ളിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. ബാബ കുട്ടികളെ മറച്ചു വെച്ചിരിക്കുകയാണ്. ആരുടെയും കണ്ണുപെടാതെ മറച്ചു വെച്ചിരിക്കുന്നു. ബാബ പറയുകയാണ്,
तो माया के पर्दा पोष और साहब के साथ बैठ जाओ. അപ്പൊ മായയുടെ ദൃഷ്ടി കുട്ടികളിൽ പെടാതിരിക്കാൻ ബാബ മറച്ചു വെച്ചിരിക്കുന്നു. അതിന് ബാബയുടെ സമീപത്ത് കുട്ടികളിരിക്കും. तो सभी गुलाम आपकी सेवा में हाजिर रहेंगे. അങ്ങനെ ബാബയുടെ സമീപത്തിരുന്നാൽ മറ്റ് സേവകരെല്ലാം, അടിമകളെല്ലാം നിങ്ങൾ കുട്ടികളുടെ സേവയ്ക്ക് വേണ്ടി ഹാജരാകും. സമച്ചാക്കിയാക്കർണാഹി, കുട്ടികൾക്ക് മനസ്സിലായോ എന്താ ചെയ്യേണ്ടതെന്ന്? ആജ് മേഘത്തെ കിനാര കറന്നു. അതുകൊണ്ട് ഇന്ന് എല്ലാ പരിശ്രമങ്ങളിൽ നിന്നും നിങ്ങൾ ദൂരെ അകന്നിരിക്കും. സദാ സഹജയോഗി തജ്ഞശീൻ ബാക്കി സാക്ഷാത് ബൈജാവും. സദാ സഹജയോഗിയായി സിംഹാസനധാരിയായി ബാബയുടെ സമീപത്ത് ഇരിക്കും. അച്ഛാ ഐസി ഖുദായി ഖിദ്മത്ഗാർ, ഇങ്ങനെയുള്ള ഈശ്വരീയ സേവാധാരി, സദാ മേഘനത്തെ മുക്ത്, എല്ലാ പരിശ്രമങ്ങളിൽ നിന്നും സദാ മുക്തമായി, സദാ യോഗയുക്ത് സങ്കല്പ और कर्म करने वाले, സദാ യോഗയുക്തമായി സങ്കല്പിക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന, സദാ ബാക്കി ശ്രീമത് പ്രമാൺ ഹർ സങ്കല്പ് और कर्म करने वाले, സദാ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് ഓരോ സങ്കല്പവും കർമ്മവും ചെയ്യുന്ന, സദാ കഹനെ और करने को സമാൻ करने वाले, പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെയാക്കുന്ന, सदा बाबा के साथी बच्चों को बाप दादा की याद प्यार और नमस्ते. ഇങ്ങനെയുള്ള ബാബയുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരവും. അതാണ് ബാബ നൽകുന്ന മഹാവാക്യം. ബാബ പ്രത്യേകം നമ്മളോട് പറഞ്ഞു, ബാബയുടെ ശ്രീമത്ത്, ബാബയുടെ നിർദ്ദേശങ്ങൾ ശുദ്ധമായ സ്വർണം പോലെ വളരെ ലൈറ്റാണ്, ലാഘവത്വം നിറഞ്ഞതാണ്, ഭാരമില്ലാത്തതാണ്, വളരെ സഹജമായും വളരെ സ്വാഭാവികമായും പാലിക്കുവാൻ സാധിക്കുന്നതാണ്. പിന്നെ അത് ബുദ്ധിമുട്ടുള്ളതായിട്ട് അനുഭവപ്പെടാൻ കാരണം ആ ശ്രീമത്തിൽ കുട്ടികൾ തന്റെ മന്മത്ത് മിക്സ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ശ്രീമത്ത് ലാഘവത്തോടുകൂടി അതേ ലൈറ്റായിട്ട് തന്നെ നമുക്ക് സഹജമായിട്ടും സ്വാഭാവികമായിട്ടും പാലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മന്മത്ത് ശ്രീമത്തിൽ കലർത്താതിരിക്കുക. അക്കാര്യത്തിൽ കുട്ടികളെല്ലാവരും വളരെ ശ്രദ്ധിക്കണമെന്ന് ബാബ പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓം ശാന്തി.